ഓക്കെ ഡോക്ടേഴ്സ്, അപ്പോൾ നമ്മൾ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാർക്കോട്ട് ആർട്ടറി സെറിബ്രൽ ഹെമറേജ് ഇസ് എ ബ്രാഞ്ച് ഓഫ്. ഇപ്പോൾ ചാർക്കോട്ട്സ് ആർട്ടറി എന്ന് പറയുന്നത് ഏതിൻ്റെ ബ്രാഞ്ച് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. മിഡിൽ സെറിബ്രൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് ചാർക്കോട്ട്സ് ആർട്ടറി. നമ്മുടെ ഹെമറേജ് ഇൻട്രാക്രീനിയൽ ഹെമറേജിൻ്റെ കേസിൽ ഇൻട്രാക്രീനിയൽ ഹെമറേജ് രണ്ട് ടൈപ്പാണ് വരിക. എക്സ്ട്രാ സെറിബ്രലും ഇൻട്രാ സെറിബ്രലും, ഇങ്ങനെ രണ്ട് ടൈപ്പാണ് വരിക. അല്ല എക്സ്ട്രാ സെറിബ്രലിൽ തന്നെ വീണ്ടും എപ്പിഡ്യൂറൽ, സബ്ഡ്യൂറൽ, സബറക്കനോയിഡ് അങ്ങനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇൻട്രാ സെറിബ്രലിലേക്ക് വരാം. ഇൻട്രാ സെറിബ്രൽ ഹെമറേജിലേക്ക് വരുമ്പോഴത്തേക്കും മോസ്റ്റ് കോമൺലി കാണുന്നത് ഇൻട്രാ സെറിബ്രൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലാണ് ഈ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് അധികവും കാണുന്നത്. ദെൻ അതിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മോസ്റ്റ് കോമൺ സൈറ്റും ഹൈപ്പർ ടെൻസീവ് ഹെമറേജ്. ഈ ഹൈപ്പർ ടെൻസീവ് ഹെമറേജ് എന്ന് പറയുന്നത് ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് ആണ്. അതിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സൈറ്റിന് ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാമൻ ആൻഡ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ, സെക്കൻഡ് വൺ ഈ സെറിബ്രൽ വൈറ്റ് മാറ്റർ, തേർഡ് വൺ തലാമസ്, ഫോർത്ത് വൺ സെറിബെല്ലം ആൻഡ് ഫിഫ്ത്ത് വൺ പോൺസ്. ഇങ്ങനെയാണ് ഒരു സൈറ്റ് അതിൻ്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പുട്ടാമൻ ആൻഡ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ, അടുത്ത് സെറിബ്രൽ വൈറ്റ് മാറ്റർ, ദെൻ തലാമസിന് ശേഷം സെറിബെല്ലം, പോൺസ്, അങ്ങനെയാണ് ആ ഒരു ഓർഡർ വരും. ദെൻ ഈ ഹൈപ്പർ ടെൻസീവ് ഹെമറേജിൻ്റെ കേസിൽ ഹൈപ്പർ ടെൻസീവ് സെറിബ്രൽ ഹെമറേജ് ഉണ്ടല്ലോ, അപ്പോൾ അത് മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്നത് ചെറിയ അന്യൂറിസംസ്, മൈന്യൂട്ട് അന്യൂറിസംസിൻ്റെ റപ്ചർ കാരണമാണ്. ഈ മൈന്യൂട്ട് അന്യൂറിസത്തിനെയാണ് നമ്മൾ ചാർക്കോട്ട് ബൗച്ചേർഡ് അന്യൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർക്കോട്ട് ബൗച്ചേർഡ് അന്യൂറിസത്തിന് മോർ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണ്. സോ മിഡിൽ സെറിബ്രൽ ആർട്ടറിയിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള അന്യൂറിസംസ് ആണ് ചാർക്കോട്ട് ബൗച്ചേർഡ് അന്യൂറിസം എന്ന് പറയുന്നത്. ഈ ചാർക്കോട്ട് ബൗച്ചേർഡ് അന്യൂറിസത്തിന് റപ്ചർ കാരണമാണ് നമുക്ക് ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്. ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് മോസ്റ്റ് കോമൺലി കാണുന്നത് ചാർക്കോട്ട് ബൗച്ചേർഡ് അന്യൂറിസത്തിൻ്റെ റപ്ചർ കാരണമാണ്. സോ അപ്പോൾ ചാർക്കോട്ട് അന്യൂറിസം ഓർത്തിരിക്കുക, ഉണ്ടാകുന്നത് മിഡിൽ സെറിബ്രൽ ആർട്ടറിയിലാണെന്നും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചാർക്കോട്ട് ചേർത്ത് വരുന്ന വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ചാർക്കോട്ട് ജോയിൻറ്റ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഡയബറ്റീസ് മെലിറ്റസിലാണല്ലേ. ഡയബറ്റീസ് മെലിറ്റസിൽ പെരിഫറൽ ന്യൂറോപ്പതിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് ഈ ചാർക്കോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ചാർക്കോട്ട് ജോയിൻറ്റിൽ നമ്മുടെ ബോൺസും അതുപോലെ തന്നെ ജോയിൻറ്റ്സും അഫക്റ്റഡ് ആവും. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. അതായത് ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. നോർമൽ ഫൂട്ടും ചാർക്കോട്ട് ഫൂട്ടും. നോർമൽ ഫൂട്ടിലുള്ള ആ ഒരു ആർച്ച് ചാർക്കോട്ട് ഫൂട്ടിലേക്ക് വരുമ്പം, അതായത് ഡയബറ്റീസിൽ പെരിഫറൽ ന്യൂറോപ്പതി നെർവ്സ് അഫക്റ്റഡ് ആയി കഴിയുമ്പോൾ ഈ ആർച്ച് കൊളാപ്സ്ഡ് ആയി പോകും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഫൂട്ടിനെയാണ് നമ്മൾ ചാർക്കോട്ട് ഫൂട്ട് എന്ന് പറയുക. ആ ഒരു ഡീഫോമിറ്റിയാണ് റോക്കർ ബോട്ടം ഫൂട്ട് ഡീഫോമിറ്റി എന്ന് പറയുക. റോക്കർ ബോട്ടം ഫൂട്ട് ഡീഫോമിറ്റി എന്ന് പറയുന്നത് ചാർക്കോട്ട് ഫൂട്ട് അല്ലെങ്കിൽ ചാർക്കോട്ട് ജോയിൻറ്റിൽ കാണുന്നതാണ് കേട്ടോ. റോക്കർ ബോട്ടം ഫൂട്ട് ഡീഫോമിറ്റി. സോ അത്രയാണ് നമ്മുടെ ചാർക്കോട്ട് ജോയിൻറ്റ്. അപ്പോൾ ഈ ഏരിയാസിൽ ഡയബറ്റിക് അൾസർ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇനി നമ്മൾ വീണ്ടും ചാർക്കോട്ട് ചേർത്ത് പഠിച്ചിട്ടുണ്ട്. ചാർക്കോട്ട് ട്രയഡ് എന്ന് പറയുന്നത് എന്താണ്? കൊളാഞ്ചൈറ്റിസ്, അക്യൂട്ട് കൊളാഞ്ചൈറ്റിസിൽ കാണുന്നതാണ്. ആ ട്രയഡിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കുക. ഫീവർ, ജോണ്ടിസ്, റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിൽ അബ്ഡമിനൽ പെയിൻ. ഫീവർ, ജോണ്ടിസ് ആൻഡ് റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ് അബ്ഡമിനൽ പെയിൻ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നതാണ് ചാർക്കോട്ട് ട്രയഡ്. ഇനി നമ്മൾ ചാർക്കോട്ട് ചേർത്ത് പഠിച്ചിട്ടുണ്ട്. ചാർക്കോട്ട് ലെയ്ഡൻ ക്രിസ്റ്റൽസ് എവിടെയാണ്? ആസ്മയുടെ കേസിൽ സ്പ്യൂട്ടത്തിൽ കാണുന്ന ചാർക്കോട്ട് ലെയ്ഡൻ ക്രിസ്റ്റൽസ്. ഈ ചാർക്കോട്ട് ലെയ്ഡൻ ക്രിസ്റ്റൽസ് സെയിം സാധനം തന്നെ സ്റ്റൂളിൽ കാണാറുണ്ട്. എന്ന് പറയുന്നത് പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അമീബിയാസിസിൻ്റെയൊക്കെ കേസിൽ ഈ ചാർക്കോട്ട് ലെയ്ഡൻ ക്രിസ്റ്റൽസ് സ്റ്റൂളിൽ ഫൈൻഡിങ്സ് ആയിട്ട് കിട്ടാറുണ്ട്. സോ അപ്പോൾ ചാർക്കോട്ട് ലെയ്ഡൻ ക്രിസ്റ്റൽസായി. ചാർക്കോട്ട് ലെയ്ഡൻ ക്രിസ്റ്റൽസ് സ്പ്യൂട്ടത്തിലും ഉണ്ട്, സ്റ്റൂളിലും ഉണ്ട്. അതുപോലെ തന്നെ ചാർക്കോട്ട് അന്യൂറിസം നമ്മൾ പറഞ്ഞു, ചാർക്കോട്ട് ജോയിൻറ്റ് നമ്മൾ പറഞ്ഞു, ചാർക്കോട്ട് ട്രയഡ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഒന്നിച്ച് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യൂട്രൈൻ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് വിച്ച് ആർട്ടറി? യൂട്രൈൻ ആർട്ടറി ഏതിൻ്റെ ബ്രാഞ്ചാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആർട്ടറീസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നില്ല.
അയോട്ടയ്ക്ക് ശേഷം താഴോട്ടത്തേക്കുള്ളവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഹാർട്ടിൽ നിന്ന് അസെൻഡിങ് അയോട്ട വന്നു, അത് ആർച്ച് ഓഫ് അയോട്ടയായി, ദെൻ താഴേക്ക് ഡിസെൻഡിങ് അയോട്ട. ഡിസെൻഡിങ് അയോട്ട താഴേക്ക് വരുമ്പോൾ നമ്മൾ അബ്ഡോമിനൽ അയോട്ട പറയും. ദെൻ അബ്ഡോമിനൽ അയോട്ട താഴത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആ ഫിഗറിൽ നോക്കുക, താഴത്തേക്ക് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ ഇലിയാക് ആർട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ ഇലിയാക് ആർട്ടറി രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറീസ്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറീസ്. ഈ എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി എന്നാണ് നമുക്ക് ഫെമറൽ ആർട്ടറി കിട്ടുക. ദെൻ ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് പ്യുഡൻറ്റൽ ആർട്ടറി, വജൈനൽ ആർട്ടറി ആൻഡ് യൂട്രൈൻ ആർട്ടറി. സോ ഇൻറ്റേർണൽ ഇലിയാക്കിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പ്യുഡൻറ്റൽ ആർട്ടറി, വജൈനൽ ആർട്ടറി ആൻഡ് യൂട്രൈൻ ആർട്ടറി. ഈ മൂന്ന് ആർട്ടറീസാണ് നമുക്ക് ഇൻറ്റേർണൽ ഇലിയാക്കിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് വരിക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യൂട്രൈൻ ആർട്ടറി ഏതിൻ്റെ ബ്രാഞ്ചാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്? ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. എക്സ്റ്റേണൽ ഇലിയാക്കിൽ നിന്നാണ് ഫെമറൽ ആർട്ടറി കിട്ടുക. ഇനി ഒവേറിയൻ ആർട്ടറി ഏതിൻ്റെ ബ്രാഞ്ചാണ്? ഒവേറിയൻ ആർട്ടറി. ഒവേറിയൻ ആർട്ടറി എന്ന് പറയുമ്പോൾ അത് അബ്ഡോമിനൽ അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ചാണ് ഒവേറിയൻ ആർട്ടറി എന്ന് പറയുന്നത്. അത് ഫിഗറിലൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒവേറിയൻ ആർട്ടറി അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ആർട്ടറി. ഇപ്പോൾ ഇവിടെ ഒരു മെയിൽ പിക്ചറാണ്, അപ്പോൾ ടെസ്റ്റിക്കുലർ ആർട്ടറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ടെസ്റ്റിക്കുലർ ആർട്ടറി അല്ലെങ്കിൽ ഒവേറിയൻ ആർട്ടറി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് അബ്ഡോമിനൽ അയോട്ട. അബ്ഡോമിനൽ അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ചാണ്. പക്ഷേ യൂട്രൈൻ ആർട്ടറി, വജൈനൽ ആർട്ടറി ഒക്കെ വരുന്നത് ഇൻറ്റേർണൽ ഇലിയാക്കിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടാണ്. സോ ഈ ഓപ്ഷൻസ് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അബ്ഡോമിനൽ അയോട്ട, അതിൽ നിന്ന് കോമൺ ഇലിയാക്ക്, അതിൽ നിന്ന് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇലിയാക്ക്. അപ്പോൾ ഇൻറ്റേർണൽ ഇലിയാക്കിൻ്റെ ഡയറക്റ്റ് ബ്രാഞ്ചസ് ആണ് യൂട്രൈൻ ആർട്ടറി, വജൈനൽ ആർട്ടറി ഒക്കെ. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രാൻസ് പൈലോറിക് പ്ലെയിൻ പാസസ് ത്രൂ. നമുക്ക് അബ്ഡോമിനിൽ ആ ഒരു പ്ലെയിൻ ഓഫ് ഡിവിഷനും അത് കാരണം ഉണ്ടാകുന്ന 9 റീജിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ രണ്ട് പ്ലെയിനാണ് അബ്ഡോമൻ ഡിവൈഡ് ചെയ്യുന്നത്. ട്രാൻസ് പൈലോറിക് പ്ലെയിനും അല്ലെങ്കിൽ ഇൻ്റർ ട്യൂബർക്കുലർ പ്ലെയിനും. അപ്പോൾ ഈ രണ്ട് പ്ലെയിനും അതുകൂടാതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലാറ്ററൽ ലൈൻ, ഇപ്പോൾ ഇവർ 4 പേരും കൂടി ചേർന്നിട്ടാണ് 9 റീജിയൻസ് ആയിട്ട് അബ്ഡോമനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ട്രാൻസ് പൈലോറിക് പ്ലെയിനും ഇൻ്റർ ട്യൂബർക്കുലർ അല്ലെങ്കിൽ ട്രാൻസ് ട്യൂബർക്കുലർ പ്ലെയിൻ. അപ്പോൾ ഈ ട്രാൻസ് പൈലോറിക് പ്ലെയിൻ നോക്കുക, അത് പാസ് ചെയ്യുന്നത് ആൻറ്റീരിയർലി ടിപ്പ് ഓഫ് 9th കോസ്റ്റൽ കാർട്ടിലേജിൻ്റെ അടുത്തുകൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. ഫിഗറിൽ നിന്ന് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവും. 9th കോസ്റ്റൽ കാർട്ടിലേജാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടിപ്പിൽ അടുത്തുകൂടെയാണ് ആൻറ്റീരിയർലി ഈ ട്രാൻസ് പൈലോറിക് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. ദെൻ പുറകിലേക്ക് പോസ്റ്റീരിയർലി എവിടെയാണ്? ലോവർ പാർട്ട് ഓഫ് ബോഡി ഓഫ് L1 ഫസ്റ്റ് ലംബാർ വെർട്ടിബ്രയുടെ ലോവർ പാർട്ടിൽ കൂടെയാണ് ഈ ട്രാൻസ് പൈലോറിക് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ ഇങ്ങനെ അകത്തൂടെയാണ് പാസ് ചെയ്യുന്നത്. നമ്മുടെ 9th കോസ്റ്റൽ കാർട്ടിലേജിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് ചെന്നിട്ട് L1 ഫസ്റ്റ് ലംബാർ വെർട്ടിബ്രയുടെ ലോവർ ബോർഡർ കട്ട് ചെയ്ത് അങ്ങനെ പോകുന്നൊരു പ്ലെയിനാണ് ട്രാൻസ് പൈലോറിക് പ്ലെയിൻ എന്ന് പറയുക. ഇനി അടുത്ത രണ്ടാമത്തെ അതിൻ്റെ താഴത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇൻ്റർ ട്യൂബർക്കുലർ പ്ലെയിൻ. അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇലിയാക് ക്രസ്റ്റ് ഉണ്ടല്ലോ, 2 ട്യൂബർക്കിൾ ഓഫ് ഇലിയാക് ക്രസ്റ്റ്, ആ ട്യൂബർക്കിളിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ഇൻ്റർ ട്യൂബർക്കുലർ അല്ലെങ്കിൽ ട്രാൻസ് ട്യൂബർക്കുലർ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് പ്ലെയിൻസും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം 9 റീജിയൻസ്, നടുക്ക് അമ്പലിക്കലിൻ്റെ മുകളിൽ എപ്പിഗ്യാസ്ട്രിക്, താഴെ ഹൈപ്പോഗ്യാസ്ട്രിക്. അമ്പലിക്കലിൻ്റെ നേരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലംബാർ റീജിയൻസ്, മുകളിൽ അതായത് എപ്പിഗ്യാസ്ട്രിക്കിൻ്റെ 2 സൈഡിലായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹൈപ്പോകോൺട്രിയാക്ക്. ദെൻ താഴെയായിട്ട് ഹൈപ്പോഗ്യാസ്ട്രിക്കിൻ്റെ 2 സൈഡിലായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇലിയാക് റീജിയൻ. അപ്പോൾ ഇത്രയാണ് ആ 9 റീജിയൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ട്രാൻസ് പൈലോറിക് പ്ലെയിൻ പാസസ് ത്രൂ എന്നാണ്. അപ്പോൾ ഓപ്ഷനകത്ത് ബോഡി ഓഫ് ഫസ്റ്റ് ലംബാർ വെർട്ടിബ്ര നിയർ ഇറ്റ്സ് ലോവർ ബോർഡ്, അതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. പോസ്റ്റീരിയർലി ആണ് അത് വരുന്നത്. ആൻറ്റീരിയർലി ആണെങ്കിൽ ടിപ്പ് ഓഫ് 9th കോസ്റ്റൽ കാർട്ടിലേജ് ആണ് വരിക. ഇത്രയാണ് 9 റീജിയൻസ് ഓഫ് അബ്ഡോമൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് സഫീനസ് നെർവ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫെമറൽ നെർവ് ആൻഡ് എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രീവിസ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ഡോർസം ഓഫ് ഫുട്ട്. അപ്പോൾ സഫീനസ് നെർവ് എവിടെ നിന്നാണ്? സഫീനസ് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ഫെമറൽ നെർവിൻ്റെ ബ്രാഞ്ച് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്.
ഫെമറൽ നെർവ് എവിടെ നിന്നായിരുന്നു? നമ്മൾ നെർവ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഫെമറൽ നെർവ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലംബാർ പ്ലെക്സസ്. ലംബാർ പ്ലെക്സസിൻ്റെ ബ്രാഞ്ചാണ് നമ്മുടെ ഫെമറൽ നെർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യൂട്ടേനിയസ് ബ്രാഞ്ചാണ് ഈ സഫീനസ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെമറൽ നെർവിൻ്റെ റൂട്ട് വാല്യൂ L2 L3 L4 ആയിരുന്നു. സെയിം ലംബാർ പ്ലെക്സസിൻ്റെ വേറെ ബ്രാഞ്ച് ഒബ്ചുറേറ്റർ നെർവ്, ഫെമറലിനും ഒബ്ചുറേറ്ററിനും സെയിം റൂട്ട് വാല്യൂ ആയിരുന്നു L2 L3 L4. അപ്പോൾ സഫീനസ് നെർവ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫെമറൽ നെർവ്. അടുത്തൊരു എന്താണ് തന്നിരിക്കുന്നത്? എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രീവിസ് പ്രസൻറ്റ് ഓൺ ദി ഡോഴ്സം ഓഫ് ഫൂട്ട്. അപ്പോൾ അതും കറക്റ്റാണ്. നമ്മുടെ ഡോഴ്സം ഓഫ് ഫൂട്ടിൽ 2 ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് വരുന്നത്. എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രെവിസും എക്സ്റ്റൻസർ ഹാലൂസസ് ബ്രെവിസും. അപ്പോൾ ഡോഴ്സം ഓഫ് ഫൂട്ടിൽ വരുന്നതാണ് എക്സ്റ്റൻസർ ഡിജിറ്റോറം ബ്രെവിസ് എന്ന് പറയുന്നത്. തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി നമ്മൾ സഫീനസ് നെർവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് സഫീനസ് ഓപ്പണിംഗ് ഉണ്ടല്ലേ, സഫീനസ് ഓപ്പണിംഗ് ഉണ്ട്, സഫീനസ് വെയിൻ ഉണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സഫീനസ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? സഫീനസ് ഓപ്പണിംഗ് ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഫേഷ്യലാറ്റയിലാണ് കാണുന്നത് അല്ലേ. ഫേഷ്യലാറ്റ എന്താ? നമ്മുടെ തൈയുടെ ഡീപ് ഫേഷ്യ പറയുന്ന പേരാണ് ഫേഷ്യലാറ്റ. അപ്പോൾ അവിടെ ഉള്ളൊരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് സഫീനസ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ ഫിഗറിനകത്ത് ഓപ്പണിംഗ് കാണിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു എൻഡില്ലേ തൈയുടെ അവിടെയാണ് ആ ഒരു ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ അതാണ് സഫീനസ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ സഫീനസ് ഓപ്പണിങ്ങിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഫേഷ്യലാറ്റ ഇല്ലേ, ഫേഷ്യലാറ്റ എന്ന് പറയുന്നത് തൈയുടെ ഡീപ് ഫേഷ്യയാണ് നമ്മൾ ഫേഷ്യലാറ്റ എന്ന് പറയുന്നത്. ഫേഷ്യലാറ്റയുടെ 2 മോഡിഫിക്കേഷൻസ് ആണ് ഇലിയോറ്റിബിയൽ ട്രാക്റ്റും നമ്മൾ ഈ പറഞ്ഞ സഫീനസ് ഓപ്പണിംഗ്. അപ്പോൾ സഫീനസ് ഓപ്പണിംഗിൽ കൂടെയാണ് ഗ്രേറ്റ് സഫീനസ് വെയിൻ പാസ് ചെയ്യുന്നത്. ഒരു ഗ്രേറ്റ് സഫീനസ് വെയിൻ ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് ലോവർ ലിംബ് എന്ന് പറയുന്നതാണ് ഗ്രേറ്റ് സഫീനസ് വെയിൻ. അപ്പോൾ സഫീനസ് വെയിൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് ലോവർ ലിംബ്. അത് പാസ് ചെയ്യുന്നത് ഇതിൽ കൂടെയാണ്, സഫീനസ് ഓപ്പണിങ്ങിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ സഫീനസ് നെർവ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫെമറൽ നെർവ്. അപ്പോൾ അത്രയാണ് നമുക്ക് സഫീനസ് ആ ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. സഫീനസ് ഓപ്പണിംഗ് ഉണ്ട്, അതിൽ കൂടെ പാസ് ചെയ്യുന്ന സഫീനസ് വെയിൻ ഉണ്ട്. ദെൻ ഫെമറൽ നെർവിൻ്റെ ബ്രാഞ്ചായിട്ടാണ് സഫീനസ് നെർവ് വരുന്നത്. സോ അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മസിൽ ഈസ് എ ഫ്ലെക്സർ ഓഫ് എൽബോ ജോയിൻറ്റ് ഡെസ്പൈറ്റ് ബീയിങ് സപ്ലൈഡ് ബൈ ആൻ എക്സ്റ്റൻസർ നെർവ്. ഇപ്പോൾ എൽബോ ജോയിൻറ്റിൽ ഒരു ഫ്ലെക്സർ മസിലിനെ സപ്ലൈ ചെയ്യുന്നത് എക്സ്റ്റൻസർ നെർവാണ്. അപ്പോൾ അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ എൽബോ ജോയിൻ്റ് എടുക്കുമ്പോൾ ഫ്ലെക്സേഴ്സും ഉണ്ട് എക്സ്റ്റൻസേഴ്സും ഉണ്ട്. ഫ്ലെക്സേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ബ്രേക്കിയാലിസ് ആൻഡ് ബ്രേക്യൂ റേഡിയാലിസ്, ബൈസെപ്സ് ബ്രേക്കി. ഇവർ 3 പേരുമാണ് എൽബോയുടെ ഫ്ലെക്സർ മസിൽസ് എന്ന് പറയുക. എക്സ്റ്റൻസർ മസിൽ ആരൊക്കെയാണ്? ട്രൈസെപ്സ് ബ്രേക്കി ഉണ്ട്, ആങ്കോണിയസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സ്റ്റൻസർ മസിൽസ്. ഇപ്പോൾ ഈ എക്സ്റ്റൻസേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത് റേഡിയൽ നെർവും ഫ്ലെക്സറിനെ സപ്ലൈ ചെയ്യുന്നത് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവുമാണ്, എക്സെപ്റ്റ് ബ്രേക്യൂ റേഡിയാലിസ്. ബ്രേക്യൂ റേഡിയാലിസിനെ സപ്ലൈ ചെയ്യുന്നത് റേഡിയൽ നെർവാണ്. എക്സ്റ്റൻസറിനെ സപ്ലൈ ചെയ്യുന്ന റേഡിയൽ നെർവാണ് ബ്രേക്യൂ റേഡിയാലിസിനെയും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റേഡിയാലിസ് വെച്ചിട്ട് നമുക്ക് ഓർക്കാമല്ലോ, റേഡിയൽ നെർവാണ് അതിനെ സപ്ലൈ ചെയ്യുന്നത്. മറ്റേ ബൈസെപ്സ് ബ്രേക്കി ആയാലും ബ്രേക്കിയാലിസ് ആയാലും ആരാണ്? മസ്കുലോ ക്യൂട്ടേനിയസ് നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സേഴ്സ്, ബ്രേക്കിയാലിസ്, ബൈസെപ്സ് ബ്രേക്കി ആൻഡ് ബ്രേക്യൂ റേഡിയാലിസ്. എക്സ്റ്റൻസേഴ്സ് ആരൊക്കെയാണ് എൽബോ ജോയിൻറ്റിൻ്റെ? ട്രൈസെപ്സ് ബ്രേക്കി ആൻഡ് ആങ്കോണിയസ്. സോ ഇവിടെ ആൻസർ വരുന്നത് ബ്രേക്യൂ റേഡിയാലിസ്. ബ്രേക്യൂ റേഡിയാലിസിനെയാണ് ഒരു ഫ്ലെക്സർ ആയിട്ടുള്ള മസിലാണ് സപ്ലൈ ചെയ്യുന്നത്. എക്സ്റ്റൻസേഴ്സിൻ്റെ റേഡിയൽ നെർവാണ് അതിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ അനാറ്റമി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കവർ ചെയ്യാം.